സുഖ ഉറക്കം എന്ന വാഗ്ദാനവുമായി ഖാദി ബോർഡ് സുഷുപ്തി കിടക്ക വിപണിയിലിറക്കി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ലോഞ്ചിംഗ് നിർവഹിച്ചു. ഉറക്കം കൂടുതൽ സുഖകരമാക്കാൻ പ്രകൃതിദത്തമായ ഉന്നം നിറച്ച് തയ്യാറാക്കിയതാണ് സുഷുപ്തി കിടക്കകൾ. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലാണ് കൈകൊണ്ട് ചർക്കയിലുണ്ടാക്കുന്ന നൂലുപയോഗിച്ച് ഖാദി തറികളിൽ നെയ്തെടുക്കുന്ന ഖാദി തുണിയിൽ ഉന്നം നിറച്ച കിടക്കകൾ വിപണിയിലിറക്കിയത്. വൈവിധ്യവൽക്കരണവുമായി മുന്നോട്ടു പോവുകയാണെന്നും ഈ സാമ്പത്തിക വർഷം 150 കോടിയുടെ വിപണനമാണ് ഖാദി ബോർഡ് ലക്ഷ്യമിടുന്നതെന്നും കിടക്ക വിപണിയിലിറക്കിക്കൊണ്ട് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. ഗാന്ധി ജയന്തി വിപുലമായ നിലയിൽ ഓരോ ജില്ലയിലും ആചരിക്കണമെന്നാണ്. അതനുസരിച്ച് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 3 വരെ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വിലക്കുറവുകൂടിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഓണത്തിന് വലിയ നിരക്ക് വിപണനം നടക്കുകയുണ്ടായി. ആ ഓണം വിപണന മേളയ്ക്ക് ശേഷം ഗാന്ധി ജയന്തി വാരത്തോടനുബന്ധിച്ചുള്ള വിപണനമാണ് നടക്കുന്നത്. ഖാദി ഉപഭോക്താക്കളുടെ ശൃംഖല വിപുലപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൽ മറ്റു ചില കാരണമുണ്ട്. ഒന്ന്, ഖാദി എന്ന് പറയുമ്പോൾ ദേശീയ വികാരം. ആ ദേശീയ വികാരത്തോടൊപ്പം ഈ ശരീരത്തിനടങ്ങുന്ന വസ്ത്രമാണ് എന്നുള്ള പ്രത്യേകത കൂടി ഖാദി തുണികൾ. ഏറ്റവും കടുത്ത ചൂടുള്ള സമയത്ത് ചൂടും തണുപ്പുള്ള സമയത്ത് തണുപ്പും ക്രമീകരിക്കാൻ ഉതകുന്ന വസ്ത്രം. ആ ഒരു പ്രാധാന്യം ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. സർക്കാർ സഹകരണ അധ്യാപക മേഖലയിൽ നിന്ന് ഖാദിക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ ഖാദി ഉപഭോക്താക്കളുടെ ശൃംഖല വലുതാവുകയാണ്. പുതുതലമുറയടക്കം ഖാദിയോട് ഇണങ്ങി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. പ്രകൃതിദത്തമായതിനാൽ ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ അമർന്നു പോകുന്നതിന് പരിഹാരമായി പുതിയ ഡിസൈനിലാണ് സുഷുപ്തി കിടക്കകൾ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ കിടക്കകളിൽ ഉപയോഗിക്കുന്ന ഉന്നത്തേക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ള ഡീലക്സ് സിൽക്ക് കോട്ടൺ ഉന്നം നിറച്ച് കിടക്ക പെട്ടെന്ന് ഉലയാതിരിക്കാൻ പുതിയ രീതിയിലുള്ള തയ്യലിലാണ് കിടക്കകൾ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരവേദനയുള്ളവർക്കടക്കം ഇതിന്റെ ഉപയോഗം നല്ലതാണെന്നും ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അവകാശപ്പെടുന്നു. കണ്ണൂർ 1 കണ്ണൂർ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.